ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് വ്യൂ. മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പഴയ ഇൻട്രോ ആയിരുന്നു. പക്ഷേ ഇപ്പം ഇൻട്രോയുടെ സ്റ്റൈലെല്ലാം മാറി നമ്മൾ ഇൻഡോർ ആക്കി ഇൻട്രോ. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ജാഫർ ഫ്രം ഡോട്ട് വ്യൂ. അപ്പം നമ്മൾ ഇന്ന് ഈ ഹാർലിക്കായിട്ട് എടുത്തു വരാൻ ഒരു കാരണമുണ്ട്. നമ്മളൊരു 2-3 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർലിയുടെ തന്നെ. ഞാൻ ഹാർലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങളെ എന്നാണ് വിചാരിച്ചിരുന്നത്. അതെനിക്ക് തോന്നുന്നു 24,000-ഓളം ആളുകൾ കണ്ടു. വളരെയധികം സന്തോഷം. കാരണം ഇത്തരത്തിലുള്ള ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ആളുകൾ കണ്ടതിൽ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ളൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ഹാർലി ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഹാർലി എന്ന ഒരു ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, റൈഡേഴ്സ്, ഇവരെല്ലാം നമ്മുടെ ഈ ഒരു വ്ളോഗ് കണ്ട് അതിൻ്റെ താഴെ ഭാഗത്ത് കമൻറ്റ് ബോക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇത് കാണും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയൺ 883 അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനുകൾ എന്തൊക്കെയാണ് ആളുകൾ ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യന് അബദ് മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള ഇതാണ്: ബോസ്, ഡിഡ് യു ഫീൽ എനി ഹീറ്റിംഗ് ഇഷ്യൂസ് ഓൺ യുവർ ലോങ് ഡ്രൈവ്, എസ്പെഷ്യലി ഫോർ ലെഗ്സ് നിയർ ബൈ ഫുഡ് റെസ്റ്റ്? പ്ലീസ് റീപ്ലേ. അതർവൈസ് ആഡ് ദിസ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ഡീറ്റെയിൽ വീഡിയോ. അപ്പം ഞാൻ ഈ ഡീറ്റെയിൽ വീഡിയോയിൽ തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കൂടുതൽ ലോങ് പോകുന്ന സമയത്ത് നമ്മുടെ കാലിന് എന്തെങ്കിലും ഹീറ്റ്, അതല്ലെങ്കിൽ ഫുട്ടിന്റെ താഴെ ഭാഗത്തേക്കായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ചൂട് ഫീൽ ചെയ്യാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഹാർലി ഡേവിഡ്സൺ പോലുള്ള, അതായത് ഒരു 800cc 883 എന്നാണ് ഈ മോഡൽ നമ്പർ, ഈ മോഡലിന്റെ പേര്. എങ്കിലും 883 ആണ് ഇതിന്റെ പവറും വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്രയും പവർ വരുന്ന ഒരു ബൈക്കിന് ഹീറ്റ് എന്തായാലും ഉണ്ടാവും. ഇവിടുന്ന് ഞങ്ങളിപ്പം ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ കാലിൽ തൊടയിലായാലും അതല്ലെങ്കിൽ ഫൂട്ടിന്റെ താഴേക്കായാലും ഞെരിയാണിയുടെ താഴേക്കായാലും ഭയങ്കര ചൂട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇതിന് പ്രത്യേകിച്ച് എഞ്ചിൻ കവറോ കാര്യങ്ങളോ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഹീറ്റിംഗ് പ്രോബ്ലം നമുക്ക് വരുന്നത്. പിന്നെ കൂടുതൽ നേരം നമുക്ക് എന്തായാലും റണ്ണിങ്ങിലിട്ട് സിഗ്നലിലൊന്നും ഇരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരാറുണ്ട്. കാരണം ആ സമയത്തൊക്കെ ഹീറ്റ് വല്ലാണ്ട് അടിക്കുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അതാണ് ഹീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം റൈഡ് പോകുന്ന സമയത്ത് നമ്മൾ ജീൻസ് അതുപോലുള്ള നല്ല കട്ടിയുള്ള ഡ്രസ്സ് വെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു പരിധി കൂടുതൽ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഹീറ്റിംഗ് പ്രോബ്ലം സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. ഗ്രീൻ എർത്ത് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്. മൈലേജ് എത്ര കിട്ടും? അറൌണ്ട് 50-20 ഉണ്ടാവൂലേ ഇൻ ഹൈവേ, സിറ്റി എത്ര കിട്ടും? മൈലേജ് ആക്ച്വലി ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, അതാണ് അതിന്റെ സത്യം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഈ 50-20 തന്നെയാണ് എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഓടുന്ന ദൂരം വെച്ച് ഏകദേശം ഒരു കാൽക്കുലേഷൻ നമുക്കറിയാലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരു 50-20 അറൌണ്ട്. പിന്നെ സിറ്റിയിൽ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഗിയറിലല്ലാതെ ഈ വണ്ടി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സെക്കൻഡ് ഗിയറിൽ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിലാണ് മാക്സിമം ഞാൻ സിറ്റികളിൽ ഓടിക്കാറ്. പിന്നെ അതിനോടനുബന്ധിച്ച് ചെറിയൊരു ഹീറ്റും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ഈ ഒരു ബൈക്കിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് നഹാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ഇയർ ഓൾഡ് ആണ് ബൈക്ക്? നമ്മുടെ ഈ ബൈക്ക് ഏകദേശം 2015 മോഡലാണ്. 2016 നമ്മൾ ഡെലിവറി എടുക്കുന്നത്. കോഴിക്കോട് ഹാർലി ഡേവിഡ്സന്റെ ഷോറൂം തുടങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എറണാകുളം ഷോറൂമിൽ വെച്ചാണ്. അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാജോ സാം ആണ്. സാജോ സാമിന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ഹാർലിയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. യു ജസ്റ്റ് ഇൻക്ലൂഡ് എ വീഡിയോ ഫോർ അയൺ 883 ബാറ്ററി ചേഞ്ച്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഏകദേശം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളൊരു 2-3 മാസത്തോളം ബൈക്ക് ഞാൻ നിർത്തിയിട്ടു. ഒരു പ്രാവശ്യം ഞാൻ ഈ ബൈക്കിന്റെ ബാറ്ററി മാറ്റിയതാണ്. ആ സമയത്ത് തന്നെ ഏകദേശം അന്ന് എനിക്ക് റേറ്റ് വന്നത് 15,000 രൂപയാണ് എനിക്ക് അന്ന് റേറ്റ് വന്നിരുന്നത്. പിന്നെ അങ്ങോട്ട് ഒരുപാട് തവണ ഞാൻ ചാർജ് ചെയ്യാൻ ശ്രമിച്ചു, ചാർജ് ചെയ്യും, അതുപോലെ അപ്പം തന്നെ അത് ചാർജ് ഇറങ്ങിപ്പോകുന്ന വലിയൊരു പ്രശ്നമാണ് എനിക്കത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാറ്ററിയുടെ പ്രോബ്ലം വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ബാറ്ററിയുടെ ഒരു പ്രശ്നം വന്നത് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അയണിലൊക്കെ ലോങ് പോകാൻ പറ്റുമോ? എന്തായാലും പറ്റും. എന്താ പറ്റേ? പിന്നെ ലോങ് റൈഡ് പോകുമ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഹാൻഡിലാണ്. ഇത് ഈ ഷോർട്ട് ഹാൻഡിൽ ആയത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ബാക്ക് പെയിൻ നന്നായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് ചെയ്താണ് പോവാറ്. അതേ സ്ഥാനത്ത്
ഹാൻഡിൽ കുറച്ചുകൂടെ സൈസ് ഉള്ളതോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ളതോ അല്ല ഹൈറ്റ് ഉള്ളതോ ആയിട്ടുള്ള ഒരു ഹാൻഡിലാണെങ്കിൽ നമുക്ക് എത്ര റൈഡ് ലോങ് പോയാലും ഒരു ഇഷ്യൂ വരാറില്ല. അഭിറാമിന്റെ അടുത്ത് Iron 883 ഉണ്ട്. അത് ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് വളരെയധികം കംഫർട്ട് ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഹാൻഡിൽ ഭയങ്കര കുറച്ചുകൂടെ സൈസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കംഫർട്ടായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഡോക്ടർ അരുൺ തോമസിന്റെ ഹാർലി ഡേവിഡ്സൺ Iron 883 സെയിം വെഹിക്കിളാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ പഴയ വ്ളോഗൊക്കെ എടുത്ത് നോക്കിയാൽ ഞങ്ങൾ ഒന്നിച്ചാണ് റൈഡ് പോകാറുള്ളത്. അപ്പോൾ അതിന്റെ ഹാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റ് ബോബിനൊക്കെ ഉള്ളതുപോലെ കുറച്ച് വലിയ ഒരു ഫാറ്റ് ബോയ്ക്കുള്ളതുപോലെ കുറച്ച് വലിയ ഒരു ഹാൻഡിലാണ്. അതുകൊണ്ട് അതിലും ആ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ മൈസൂരെല്ലാം കുറച്ച് ദിവസം മുന്നേ പോയായിരുന്നു. അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബാക്ക് പെയിനും വളരെയധികം വ്യത്യാസമുണ്ട്. പിന്നെ ഹീറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ലോങ് റൈഡ് പോകുന്ന സമയത്ത് ഹീറ്റ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷെ എവിടെയെങ്കിലും നമ്മൾ സിഗ്നൽസിലായി കിടക്കുന്ന സമയത്ത് ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ലോങ് റൈഡിൽ എനിക്ക് വന്നിട്ടുള്ള ഇഷ്യൂസ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോമൺ ആയിട്ട് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത്. ഓൾമോസ്റ്റ് എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 feet 4 inch ആണ്. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൃഷബാണ് ഇപ്പം ബൈക്കിന്റെ മുകളിൽ ഇരിക്കുന്നത്. അപ്പം കൃഷബിന്റെ കാലം ഇപ്പൊ ഞാൻ അവനൊക്കെ എല്ലാം ഒരേ ഹൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാല് വളരെ കൂളായിട്ട് നമ്മളെ 2 ഫൂട്ടും ശരിക്ക് റോട്ടിൽ പ്രസ് ചെയ്ത് ഇരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ വെറുതെ ബാലൻസ് ഇല്ലാത്ത ഇഷ്യൂസ് വരിക അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചില വീഡിയോകൾക്ക് താഴെ നമ്മൾ കാണാറുണ്ട് വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമന്റും മറ്റും. അത് ഈ വ്ളോഗേഴ്സിനെ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന. ഇപ്പം കുറച്ചു മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു അവർക്കെതിരെ കേസ് കൊടുത്തിട്ടും അങ്ങനെ കുറെ പൊല്ലാപ്പുകൾ. വളരെ ആരോഗ്യപരമായിട്ടുള്ള ചോദ്യങ്ങൾ എന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. ഗോഡ്സില്ല മീഡിയ എന്ന ഈ ഒരു ചാനൽ എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ, എന്ത് റിവ്യൂ ആണിത്, അറ്റ്ലീസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ പറയണമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇപ്പൊ എന്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു. ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള ഈ ചോദ്യത്തിന്റെ ഒരു ആൻസർ എന്നുള്ള ഞാൻ പറയുകയാണ്. ഇതിന് മെയിൻ്റനൻസ് കോസ്റ്റ് ഇപ്പം നമുക്ക് ഹാർലി ഡേവിഡ്സൺ Iron 883 ഇയർലി വരുന്നത് 9,000 എബവ് ആണ്. അത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. അതിൽ നമുക്ക് ഓയിൽ ചേഞ്ച് അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിരിക്കുന്നത് സ്റ്റോറി ടെല്ലറിൻ എന്ന് പറയുന്ന ഒരാളാണ്. നമുക്ക് ഇത് എനിക്ക് തോന്നുന്നത് ഒരു ചാനലാണെന്ന്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് സർവീസ് ചാർജ് എത്രയാണ്. സർവീസ് ചാർജ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. 9,000 എബവ് ആണ് നമുക്ക് സർവീസ് ചാർജ് വരുന്നത് ഇയർലി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ളത് ടാങ്ക് ക്യാപ്പ് ലോക്കിന്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് ഹാർലി ഡേവിഡ്സണിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു അനുഭവം തന്നെ പറയാം. ആർക്കും തന്നെ നമുക്ക് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കീ ഇല്ലാതെ നമുക്കിത് തുറക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് അരുൺ ഡോക്ടറിന്റെ വെഹിക്കിളിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാങ്ക് ക്യാപ്പ് ഏതോ ഒരു വിരുദ്ധൻ, അതായത് ഹാർലി ഡേവിഡ്സനെ അതുപോലത്തെ ബൈക്കിന്റെ ഇതെല്ലാം സർവീസ് ചാർജ് ഒന്നും അറിയാത്ത ഒരു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാങ്ക് ക്യാപ്പ് തുറന്നിട്ട് അതിനകത്ത് കുറച്ച് മണൽ വാരിയിട്ടു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്? അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞങ്ങൾ പിന്നെ പ്രതികരിക്കാനും തടയാനും കാര്യങ്ങളൊന്നും ഞങ്ങൾ റൈഡ് പോയ സമയത്തായിരുന്നു അത്. പക്ഷെ അങ്ങനെ ഒരു അനുഭവം വന്നതിന് ശേഷം ഞാൻ ഈ ടാങ്ക് ക്യാപ്പ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഞാൻ ഈ ടാങ്ക് ക്യാപ്പ് മാറ്റിയിട്ട് ഇതിന് ഒരു കീ യൂസ് ചെയ്യുന്ന ഒരു ടാങ്ക് ക്യാപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രൈസ് എനിക്ക് അന്ന് വന്നിരുന്നത് 5,000 ആണ്. 5,000 എനിക്ക് ആ ടാങ്ക് ക്യാപ്പ് കിട്ടിയിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഹാർലി ഡേവിഡ്സൺ Iron 883 എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഹാർലി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണത്. നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കുണ്ടാവുന്ന എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അറിയുന്ന രീതിയിൽ മറുപടി ഞാൻ നൽകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഒരുപക്ഷെ കാണുന്നവർ അധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ല നല്ല റൈഡിങ് വീഡിയോസ് ഒക്കെ വരാനുണ്ട് നമുക്ക്. അതുപോലെ ബൈക്കിൻ്റെ കൂടുതൽ ടിപ്സുകൾ നിങ്ങൾക്ക്, അതുപോലെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് ജാഫർ ഫ്രം .u.